ഹായ്, എൻ്റെ പേര് ജോബി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെറ്റിനെ പറ്റിയാണ് പറയാൻ വന്നത്. നമ്മുടെ ഗവൺമെൻറ്റുകാരെ നമുക്കെതിരായിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ എന്തുമാത്രം പീഡനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെന്നുള്ളത് ചോദിക്കുന്നുണ്ടോ? പിടിച്ച അമ്മമാരകത്ത് ജയിലിട്ടാൽ 2 മാസം 3 മാസം കഴിയുമ്പോൾ അമ്മമാർ സുഖമായിട്ട് വെളിയിൽ ഇറങ്ങി വന്നിട്ട് അടുത്ത പീഡനം ചെയ്തിട്ട് തന്നെ പോവും. ആരെങ്കിലും അതിൽ വന്നിട്ട് നന്നായിട്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ശിക്ഷ നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഡൽഹിയിലൊരു ജ്യോതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരിച്ചില്ലേ? അതിൻ്റെ ഇതെന്തായി? അമ്മമാർ ജയിലിൽ കിടന്ന് സുഖമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തിന്നേണ്ട ചാപ്പാടെല്ലാം തിന്നിട്ട് അമ്മമാർ സുഖമായിട്ട് കഴിയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ എന്തെങ്കിലും വിവരമുണ്ടോ? കോട്ടയം സൂര്യനെല്ലി അവളെ പീഡിപ്പിച്ചത് ആര്? വലിയ വലിയ ആൾക്കാർ, IPS-കാരന്മാരും IAS-കാരന്മാരും അങ്ങനെ മന്ത്രിമാരും അവരെ ഉൾപ്പെടെയുള്ളത്. ഇതെല്ലാം നമ്മുടെ സ്വന്തം ഒരു കുടുംബത്തിൽ സംഭവിച്ചു. നമ്മളെന്താണ് ചെയ്യുന്നത്? ഇപ്പം തന്നെ അതാ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഒരു ഭാവനയുടെ കേസ് എന്നപ്പോൾ എന്തിനാണ് പറ്റിയത്? ഭാവനയുടെ മറ്റേ കമ്പി വീഡിയോ മറ്റേ ആറ്റിൽ വീണപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. ആര് വന്നത്? നേവി. ആറ്റിൽ നിന്ന് തപ്പിയെടുക്കാനിട്ട് വന്നത് ആര്? നേവി. സാധാരണക്കാരൻ്റെ ഒരു പെണ്ണിനാണ് ഇത് പറ്റിയിരുന്നെങ്കിൽ ആരെങ്കിലും വരുമായിരുന്നു. പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുത്താൽ അവന്മാർ 1 ദിവസം നോക്കും, 2 ദിവസം നോക്കും. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതൊന്നുമല്ല, വേറൊന്നും കൊണ്ടല്ല. നിൻ്റെയൊക്കെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, കാണാൻ പോണവരും കണ്ടുകൊണ്ടിരിക്കുന്നവരെയും. നിങ്ങളുടെയൊക്കെ സ്വന്തം കുടുംബത്തിൽ ഒരു പെണ്ണിന് ഇതേപോലെ സംഭവിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതേപോലെ കണ്ടിട്ട് അല്ലെങ്കിൽ പോലീസിൽ കേസ് കൊടുത്ത് പോലീസുകാർ ബാക്കി നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുമോ? ഇല്ലല്ല. നിങ്ങൾക്ക് രക്തം തിളയ്ക്കുമോ? നിങ്ങളുടെ കൈയും പൊങ്ങുമോ? എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എൻ്റെ അനിയത്തി ചെയ്തവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിളയ്ക്കുമല്ലോ. അത്ര തന്നെ. സ്വന്തം കുടുംബത്തിൽ അനുഭവം വരുമ്പോൾ ഇതെല്ലാം ചെയ്യണുണ്ടല്ലോ. ബാക്കിയുള്ളവൻ്റെ കുടുംബത്തിൽ എന്ത് പറ്റുമ്പോൾ നീയൊക്കെ അയ്യോ എന്നും പറഞ്ഞിട്ടിരിക്കല്ലേ? അയ്യോ കഷ്ടമായി പോയെന്നും പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ കേട്ട് രസിച്ചിട്ട് മിണ്ടാതിരിക്കല്ലേ? ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? കാണുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. ആൾക്കാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ അതാ ഇത്രയും പറയുന്നില്ലേ, എനിക്കും ചിലപ്പോൾ എന്തെങ്കിലും പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റുമായിരിക്കും. എനിക്കതിൽ പേടിയില്ല. പക്ഷേ ഇനി നമ്മുടെ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏരിയ ആയിട്ട് പോട്ട്, എനിക്കറിയത്തില്ല എന്തായിട്ട് പോട്ടു, ഇനി ഒരു പെൺകുട്ടിക്ക് ഒന്നും ആവരുത്. നമ്മുടെ ഗവൺമെൻറ്റുകാർ ഈ ഭാവനയുടെ കേസിൽ തന്നെ നിങ്ങൾ ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഭാവനയുടെ കേസ്, അവൾക്ക് പണമുണ്ട്, അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവളെ കമ്പി വീഡിയോ തൂക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേവിയും പോലീസും പട്ടാളവും എല്ലാവരും വരണുണ്ട്. അതൊന്നും അപ്പോൾ ആർക്കും പ്രശ്നമില്ല അല്ലേ? സാധാരണക്കാരൻ്റെ ഒരു പെണ്ണിന് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരൂ? ഈയിടയ്ക്ക് ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തു, ആറ്റിൽ ചാടി. കാര്യം എന്തെന്ന് ചോദിച്ചപ്പം പത്രത്തിൽ എല്ലാത്തിലും വന്നതേ, പത്രത്തിൽ പോലും വന്നിട്ടില്ല. എന്നാലും ഞാൻ അറിഞ്ഞ കേസ്. കാര്യം ചോദിച്ചപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് വിശപ്പാണ്, വീട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വീടില്ല, വീടിന് വേണ്ടിയിട്ട് കയറി ഇറങ്ങി ആരും മൈൻഡ് വെച്ചിട്ടില്ല. അവർ പിന്നെ അച്ഛനും അമ്മയും കിടപ്പ് രോഗികളാണ്, എന്നിട്ട് പോലും അവരാരും മൈൻഡ് വെച്ചിട്ടില്ല. ഇതെല്ലാം എന്തുകൊണ്ട്? ഭാവനയ്ക്ക് മാത്രം ഇതൊന്നും സംഭവിച്ചപ്പോൾ അവളെ കയറി ആരോ എന്തിനോ പിടിച്ചെന്നോ എന്തിനോ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് പറ്റിയല്ലേ? അതും എവിടെയോ കിടന്ന് നേവി വരയ്ക്കും വന്നു. സാധാ 2 മീൻപിടുത്തക്കാരെ വിട്ട് ആറ്റിൽ തപ്പാന്നല്ലേ ഉള്ളൂ. സാധാരണ ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചെങ്കിൽ അങ്ങനെ തന്നെയല്ല ഇവന്മാർ ചെയ്യുന്നത്. സാധാരണ ഒരു കാര്യം ഇതേപോലെ സംഭവിച്ചാൽ നേവിയോ പോലീസോ പട്ടാളോ വരുമോ? ഇല്ലല്ല, ഒരിക്കലും ഇല്ല. അത് നമ്മൾ കണ്ടിട്ടിരിക്കണമെന്നല്ല ലോകത്ത്. ഞാൻ മാത്രം ഇപ്പോൾ ഇതേപോലെ പറയണം. നിങ്ങൾക്ക് എന്താ ആർക്കും ഒന്നും പറയാനിട്ടില്ലേ? നിങ്ങൾ പറയാതിരിക്കുന്നതാണോ, പറയാൻ പേടിച്ചിട്ടിരിക്കുന്നതാണോ? കാര്യം നിൻ്റെ അനിയത്തിക്കോ ചേച്ചിക്ക് സംഭവിച്ചാൽ നീയൊക്കെ പറയുമോ ഇല്ലയോ? അതോ അതും ഇതേപോലെ ഇങ്ങനെ മിണ്ടാതിരിക്കുമോ? സ്വന്തം കുടുംബത്തിന് സംഭവിക്കുമ്പോൾ മാത്രം നിനക്കൊക്കെ അങ്ങ് വേദനിക്കും, നിനക്കൊക്കെ കൊള്ളുമല്ലേ? വെട്ടാനോ കുത്താനോ നീയൊക്കെ ഇറങ്ങും. അടുത്തുള്ള ആർക്കോ സംഭവിച്ചാൽ അയ്യോ പാവമായിപ്പോയി, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. ഇതെല്ലാം എവിടുത്തെ ന്യായമാണ്? പിന്നെ ഈ ഗവൺമെൻറ്, ഗവൺമെൻറ് എന്തൊരു മൈരിന് വേണ്ടിയിട്ട് ഇമാരിയിരിക്കുന്നത്? എന്തൊരു കുണ്ണ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്? മന്ത്രിയെന്നും മുഖ്യമന്ത്രിയെന്നും എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇരിക്കണമല്ലോ, പോലീസെന്നും പട്ടാളമെന്നും നേവിയെന്നും. മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലേ? അവരെ മക്കൾക്ക് പറ്റിയ അടുത്ത ഉടനെ അങ്ങ് പിറ്റേ ദിവസമേ അറസ്റ്റ് ചെയ്ത് അവനെ തൂക്കിയായി, അവനെ വെടിവെച്ച് കൊന്നായി എല്ലാം ചെയ്യും. അപ്പം നിനക്കൊക്കെ അങ്ങ് വേദനിക്കും, മന്ത്രിയുടെയും മറ്റേ പോലീസുകാരുടെയും മക്കളെ തൊട്ട്. സാധാരണക്കാരൻ്റെ ഒരു പെണ്ണിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിനക്കൊക്കെ ഒരു പ്രശ്നമില്ല അല്ലേടാ? ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ കുടുംബത്തിലൊന്നും നടക്കുമ്പോൾ തന്നെ നിനക്കൊക്കെ അറിയാൻ പറ്റും. ഭാവനയുടെ കമ്പി ആറ്റിൽ പോയ ഉടനെ നിനക്കൊക്കെ നേവിയെ കൊണ്ടിട്ടേ പൂമ്പാൻ പറ്റൂ. ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അവനെ പിടിച്ചല്ല, അറസ്റ്റ് ചെയ്തല്ല, പിന്നെ ജയിലിടേണ്ടതല്ല. പിന്നെ ഇനി അവൻ്റെ മറ്റേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ നടക്കണം. എന്തിനും? വീഡിയോ പുറത്താവട്ട്. ഇതേപോലെ എത്രയോ പെണ്ണുങ്ങളെ വീഡിയോ എല്ലാം പോയിട്ടുണ്ട്. നീയൊക്കെ എന്തെങ്കിലും തപ്പിയെടുത്തിട്ടുണ്ടോ? ഒരു കുണ്ണ നീയൊക്കെ ചെയ്തിട്ടില്ല. തള്ളയ ഓളികൾ നീയെല്ലാം ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടിരിക്കണമല്ല മൈരെ. നീയെല്ലാം എന്തൊരു ഊമ്പാൻ വേണ്ടിയിട്ടിരിക്കുന്നത്?
പണമുള്ള അവളെ അവളെന്ത് വലിയ നല്ലവളെ, കല്യാണത്തിന് മുമ്പേ കണ്ടവൻ്റെ കൂടെ കിടന്നവൾ തന്നെയല്ലേ അവൾ വലിയ നല്ലവളെ. നീയല്ല ഇങ്ങനെ കിടന്ന് പറയാൻ വേണ്ടിയിട്ട്. കൊള്ളാം നിൻ്റെയൊക്കെ കാര്യങ്ങൾ. പണം ഉണ്ടെന്നുള്ളതുകൊണ്ട് നീയൊക്കെ അവരെ ബാക്കിൽ നിന്ന് അങ്ങ് താങ്ങിക്കൊണ്ട് നടക്കുക. അപ്പോൾ പണം ഇല്ലാത്തവന് ഈ നാട്ടിൽ ഒരു വിലയില്ല. പണം ഉള്ളവർക്ക് ഒരു നിയമം, പണം ഇല്ലാത്തവർക്ക് വേറെ നിയമവും. ഇങ്ങനെയൊക്കെ തെറ്റിയണന്മാരെ വെട്ടണം അല്ലെങ്കിൽ കൊല്ലണം. നീയൊക്കെ ജയിലിലിട്ടാൽ ആമാർ ജയിലിൽ കിടന്ന് നല്ല ആഹാരം തിന്ന് കൊഴുത്തിട്ട് വീണ്ടും വരും അടുത്ത പെണ്ണുങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത പെണ്ണുങ്ങളെ ചെയ്യുമ്പോൾ നീയൊക്കെ വീണ്ടും ആമാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, വീണ്ടും ജയിലിലിടും. അത് തന്നെ ആമാർ ചെയ്യണത്, ഇത് തന്നെ നടക്കുന്നത്. അതങ്ങനെ നടന്നിട്ടിരിക്കും. നമുക്ക് നഷ്ടപ്പെടണം എന്തിന്? ഓരോ പെണ്ണുങ്ങൾ നമ്മുടെ അനിയത്തിയോ ചേച്ചിയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരൻ അനിയത്തിയോ ചേച്ചിയായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ പെങ്ങന്മാരായിരിക്കും. ഇതൊന്നും നിനക്ക് കാണൂല. നിൻ്റെയൊക്കെ മക്കളെ തൊട്ടാൽ മാത്രം നിനക്കൊക്കെ അങ്ങ് വേദനിക്കും അല്ലേ? നീയൊക്കെ എന്തിനടാ ഗവൺമെൻറ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതിനേക്കാളും പണ്ടത്തെ പോലെ രാജാക്കന്മാരെ ഭരണം മതി. അല്ലെങ്കിൽ ഗവൺമെൻറ് നീയൊക്കെ വയ്ക്കണമല്ല, ആമാരെ വെട്ടി കൊല്ലാൻ വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ തൂക്കിലേറ്റ് ജയിലിലിരുന്ന എന്തിന് മയിരിന് വേണ്ടിയിട്ട് ജയിലിലിരുന്ന ജയിലിട്ട് ഉടനെ ആമാർ നന്നാവുമ്മ. തൂക്കിലേറ്റടാ നീയൊക്കെ അത്രയ്ക്ക് ചുണമുണ്ടെങ്കിൽ. ഒരുത്തനെ രണ്ടുപേരെ അങ്ങ് വെടിവെച്ച് കൊന്നാൽ നീയൊക്കെ അങ്ങ് തൂക്കിലേറ്റാൻ പോകുമല്ല. നീയൊക്കെ തൂക്കിലേറ്റ് ജീവപര്യന്തം ഇടരുത്, ഇട്ടിട്ട് കാര്യമില്ല. ആമാരൊക്കെ വെളിയിൽ ഇറങ്ങും, ആമാരൊക്കെ തൂക്കിക്കൊല്ലണം. തൂക്കിക്കൊല്ലാൻ ആളില്ലെങ്കിൽ ഞാൻ വരാം തൂക്കിക്കൊല്ലാം. അവന്മാരെ മാത്രം തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വരാം.